ഒരൊറ്റ ഡ്രോൺ കൊണ്ട് 4 പേരുടെ ജീവൻ രക്ഷിച്ച ഒരു യുവാവിന്റെ ഒപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ യുവാവ് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് തളിക്കുളംകാരുടെ ഒക്കെ സ്വന്തം ധീരനായ ജയനായിരിക്കുന്നു അല്ലെ? ജയനല്ലേ? ജയൻ, നമ്മുടെ സിനിമ നടൻ ജയൻ. ആ ഒരു പരിവേഷമാണ് നാട്ടുകാർക്കൊക്കെ. അതെ അതെ, എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം പോലെയാണ് എല്ലാവരും പറയുന്നത്. എനിക്കും 4 പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയതില് വലിയൊരു എന്താ പറയാ ചാരിതാർത്ഥ്യം ഉണ്ട്. ഇവിടെ സ്ഥിരമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നു, പലപ്പോഴും അപകടത്തിൽപ്പെടുന്നു. എങ്ങനെയാണ് ദേവാങ്കിന്റെ ശ്രദ്ധയിലേക്ക് അത് വന്നതും ദേവാങ്ക് ഇതിൽ ഇടപെടാൻ കാരണം? എന്റെ അച്ഛനാണ് എന്റെ അടുത്ത് ഈ വിവരം വിളിച്ചു പറഞ്ഞത്. അച്ഛൻ വളരെ വൈകിട്ടാണ് അച്ഛൻ വിവരം അറിഞ്ഞത്. 4 മണിയോട് കൂടിയിട്ടാണ് ഇവര് വെള്ളത്തിൽ പോയി എന്നുള്ള വിവരം ഇവർക്ക് ഇവിടെ കരയിൽ കിട്ടുന്നത്. അപ്പൊ തൊട്ടിട്ട് ഇവിടെ വഞ്ചികളും ബോട്ടുകളും എല്ലാരും നല്ല തെരച്ചിലും സംഭവങ്ങളാണ്. ഒരു 6 മണിക്കൂറോളം തെരച്ചിൽ കഴിഞ്ഞിട്ടും ഇവരെ കുറിച്ചൊരു വിവരമില്ല. ആ ഒരു സെക്കൻഡിലാണ് എന്റെ അച്ഛൻ അറിയുന്നതും. തുടർന്ന് തന്നെ അപ്പൊ തന്നെ വിളിച്ചു. അപ്പൊ തന്നെ ഞാൻ ഒരു 3 മിനിറ്റ് അത്രയും നേരം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ എത്തി. അപ്പൊ ഞാൻ കാണുന്ന ആദ്യത്തെ കാഴ്ച ഫയർഫോഴ്സ് തിരിച്ചു പോകുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, സമാധാനപരമായി എല്ലാം ഇതായിരുന്നു വിചാരിച്ചു. എനിക്ക് വരുമ്പോഴൊന്നും ഇത്ര വലിയൊരു സംഭവമാണ് 4 ആളെ കാണാണ്ടായി എന്നുള്ള ഒരു വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് ചോദിച്ചപ്പോ 4 ആളെ കാണാനില്ല, ഇതാണ് സംഭവം, ഭയങ്കര ഗുരുതരാന്നുള്ള എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഉള്ളവർക്കൊക്കെ അപ്പോഴേക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട് പോയി എന്നുള്ള ഒരു ഇതൊക്കെയായി. ഇനി 4 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി എന്നൊക്കെയായി ഇവിടുത്തെ സംസാരവും കാര്യങ്ങളൊക്കെ. ആംബുലൻസ് ഒക്കെ വന്നൊക്കെ തിരിച്ചുപോയി, നീ കിട്ടില്ല എന്നുള്ള ഒരു വിധി എഴുതി കഴിഞ്ഞു. അപ്പോഴാണ് ഞാനും മുന്നേ ഇവിടുത്തെ ഇങ്ങനെ ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. അത് കാണാണ്ട് പോയി, ഇത് കാണാണ്ട് പോയി, വഞ്ചിയിലത്തെ ഓരോ മോട്ടറും സാധനങ്ങളൊക്കെ കടലിൽ ഒലിച്ചു പോകുന്നത് വളരെ സാധാരണമായ കാര്യമാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇത് ഡ്രോൺ വെച്ച് നോക്കിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നുള്ള എനിക്ക് തോന്നൽ എപ്പോഴും. ഡ്രോൺ ആയിട്ട് ഇറങ്ങിയത്. അതെ. അപ്പൊ ഈ ന്യൂസ് കേട്ടപ്പോ തന്നെ ഞാൻ ഡ്രോൺ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ദൈവം സഹിച്ച് ഇവിടെ വന്നു. എനിക്ക് എല്ലാവരും സപ്പോർട്ട് കിട്ടി. MLA ഗീതാ ഗോപി MLA ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മേഡം ഉണ്ടായിരുന്നു. അവരൊക്കെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഡ്രോൺ പറത്താൻ നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിയണ്ടായിരുന്നു. അപ്പൊ പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചാൽ സാറുണ്ടായിരുന്നു, മണാൻപിള്ള എസ് ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോ സാറും പറഞ്ഞു പെർമിഷൻ തന്നിരിക്കുന്നു എന്ന് തന്നെ സാർ കോൺഫിഡൻസോടുകൂടി പറഞ്ഞു. ഈ ഡ്രോൺ എങ്ങനെയാണ് കയ്യിൽ വരുന്നത്? സാധാരണ ഒരു 19 വയസ്സുകാരന്റെ ഒരു കളിപ്പാട്ടാണോ ഈ ഡ്രോൺ? അല്ല, അതൊരു കളിപ്പാട്ടമായിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ഫോട്ടോഗ്രാഫി എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഒരു ഇഷ്ടമാണ്. എനിക്കിപ്പോ ഒരു 3-4 വർഷത്തോളമായിട്ട് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞാൻ ഫുൾ ടൈം ഫോട്ടോഗ്രാഫി ഒരു ഫീൽഡിലാണുള്ളത്. ബിടെക് ആണ് ഞാൻ പഠിക്കുന്നതെങ്കിലും ഫോട്ടോഗ്രാഫി ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡ്രോൺ ഇത്രയും കാലം പറത്തിയതൊക്കെ കരയിലായിരിക്കും, ഈ കടലിലേക്ക് ആദ്യമായിട്ടാണോ പോകുന്നത്? അതെ, 15 കിലോമീറ്ററോളം കടലിന്റെ ഉള്ളിൽ പോയിട്ട് പറത്താന്ന് പറഞ്ഞത് ആദ്യം എനിക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത് എൻജോയ് ചെയ്യണതിനേക്കാളും കൂടുതൽ പോണ സമയത്ത് എനിക്ക് പേടിയായിരുന്നു, വളരെ പേടിയായിരുന്നു. പക്ഷെ 4 ആൾക്കാരുടെ ജീവിതം, അത് അവരുടെ കുടുംബം ആലോചിച്ചിട്ടാണ്. ഞാൻ പിന്നെ എന്റേതൊന്നും ആലോചിച്ചില്ല. ഞാൻ പോയാൽ എന്റെ ഒരു ഇത് എന്തെങ്കിലും എന്നെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുകയാണ്, എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു ഇതിലാണ് ഞാൻ പോയത്. ഡ്രോണിൽ എങ്ങനെയാണ് പെട്ടെന്ന് എത്ര കിലോമീറ്റർ സഞ്ചരിച്ച ശേഷമാണ് അവരെ കണ്ടെത്തിയത്? ഡ്രോണിൽ ആദ്യം ഞങ്ങൾ കരയിൽ നിന്നിട്ട് തന്നെ ചെയ്യാന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അപ്പോഴാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് അത് ഒരു 15 കിലോമീറ്റർ ഉള്ളിലാണ്. അപ്പോഴാണ് ബോട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ കുറച്ചും കൂടി റേഡിയസ് കിട്ടും. ഈവൺ ഒരു ഹെലികോപ്റ്ററിൽ നമുക്ക് പോണതിനേക്കാൾ നന്നായിട്ട് അടുത്തുനിന്ന് നമുക്ക് വ്യൂ ചെയ്ത് പിക്ചർ എടുത്ത് സൂം ചെയ്ത് നോക്കാനൊക്കെ നമുക്ക് പറ്റുന്നുള്ള ആ ഒരു ഇതെന്താണ് ഞാൻ പറഞ്ഞത്, ബോട്ടിൽ പോകാന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞത്. അപ്പൊ തന്നെ അവിടെ എങ്ങനെയാ കണ്ടത്? ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയായിരുന്നു? ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ചെറിയ കുത്തു പോലെയാണ്. ഇപ്പൊ കടൽ നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം, അതിലൊരു ചെറിയ കുത്തു പോലെയാണ് കണ്ടത്. അതുപോലെ കുറെ കുത്തുകൾ നോക്കി. പക്ഷെ അതിലൊരു എന്തോ ഭയത്തിന്റെ എനിക്കൊരു 4-ാമത്തെ 5-ാമത്തെ എന്റെ ഒരു നോട്ടത്തിൽ തന്നെ എനിക്ക് ആളുടെ തല കിട്ടി. ആളുടെ തലയും കൈ ഇങ്ങനെ അടിക്കുന്നത് എനിക്ക് കിട്ടി. ഞാൻ സൂം ചെയ്ത് കൺഫേം ആക്കി അത് ആള് തന്നെയാണെന്നുള്ളത് എനിക്ക് ഉറപ്പായി. അങ്ങനെ അപ്പോഴേക്ക് ചേട്ടന്മാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളുണ്ട്. അവർക്ക് ഞാൻ ആ ഒരു ഡയറക്ഷൻ കാണിച്ചു കൊടുത്തോട് കൂടിയിട്ട് അവരത് ഏറ്റെടുത്തു. അവർ ആ ഡയറക്ഷനിലേക്ക് വഞ്ചി നീക്കി. അവർക്ക് പിന്നെ അത് അവർ ഏറ്റെടുത്തു. അവരൊരു ഹോപ്പില്ലാണ്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ ആ ഫസ്റ്റ് ആ ഒരു സൈറ്റ് അവരത് കണ്ടോട് കൂടിയിട്ട് അവരൊക്കെ ഭയങ്കര ഒരു ഇതോടെ ബാക്കിയുള്ള ബോട്ടുകളെ കണ്ടിട്ട് വരാനായി പെട്ടെന്ന് രക്ഷാപ്രവർത്തനം എല്ലാം നടന്നു. എങ്ങനെയാണ് പിന്നീട് അവരെ കണ്ടോ? എന്താ അവർ പറയണത്? ഈ രക്ഷപ്പെടുത്തിയ ആൾക്കാർക്കൊക്കെ എന്താ പറയാനുള്ളത്? ദേവാങ്കിന് രക്ഷപ്പെടുത്തിയ ആൾക്കാര് എന്റെ അടുത്ത് ഞാൻ ഇതുവരെ അവർ കണ്ടിട്ടില്ല. പക്ഷെ അവരാദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, പേടിക്കണ്ട എന്ന് പറഞ്ഞ അവര് ആ 2 വാക്കുണ്ട്. 6 മണിക്കൂറോളം അവർ കടലിൽ കിടന്നിട്ട്
അവരെ ഞങ്ങൾ വഞ്ചിക്ക് കയറ്റുമ്പോ അവര് ഞങ്ങളുടെ അടുത്ത് പറയാം പേടിക്കണ്ടെന്നുള്ളത്. അവരെ നിങ്ങളെയാണ് ആശ്വസിപ്പിക്കുന്നത്. അതെ, ആ 2 വാക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്കിനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്കിനി എന്താ പറയാ, അവര് മരണത്തിന് മുന്നിൽ കണ്ടിട്ട് കടലായോണ്ട് അവര് പറയാ പേടിക്കണ്ടെന്നുള്ളത്. എനിക്കിനി എന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്കൊരു ഊർജ്ജമായിട്ട് ആ വാക്കുകൾ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും. ദേവാങ്കിന്റെ ജീവിതത്തിൽ 19 വയസ്സിലുണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണത്. അതെ, എനിക്ക് കുറെ എക്സ്പീരിയൻസസ് ഉണ്ടായി, കുറെ ആൾക്കാർ വിളിച്ചു, അതൊക്കെ തന്നെ എനിക്കൊരു വലിയൊരു പ്രചോദനമാണ്. എന്തായാലും ജീവിതത്തിൽ ആദ്യമായി കടലിൽ പോകുന്നു. ആ കടലിൽ പോയത് വെറുതെ ഒരു രസത്തിനായില്ല, 4 പേരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടായിരുന്നു. അതെ, അതാണ് 4 ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റിയതിൽ നല്ലൊരു സന്തോഷവും ഇതുണ്ട്. എന്തായാലും തളിക്കുളംകാരുടെ മുഴുവൻ ഹീറോ ആയി മാറിയ ദേവാങ്കനൊപ്പമാണ് നമ്മൾ ഇത്ര നേരം സമയം ചെലവഴിച്ചത്. ഇത്തരം ശുഭകരമായ വാർത്തകൾ ഇനിയും നമുക്ക് ചുറ്റുമുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ശ്യാംകുമാറിനൊപ്പം തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.